ഹലോ എവ്രി വൺ വെൽക്കം ടു ചാനൽ മല്ലു സിംഗ് അപ്പോൾ ഞാൻ കൃഷ്ണ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OET ക്ലബിങ്ങിൻ്റെ പുതിയ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ലബിങ്ങിന് എലിജിബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ജൂൺ ജൂലൈയുടെ എക്സാംസ് കോഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ നേരത്തെ പ്രീവിയസ് കോഴ്സോ തമ്മിൽ ക്ലബ് ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണോ, ഏതൊക്കെ കൺട്രീസിലേക്ക് നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി വെച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലബിംഗ് ചാൻസസിൻ്റെ അല്ലെങ്കിൽ എലിജിബിലിറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണേ. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് സഹിതം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ കാൻഡിഡേറ്റ്സിന് കിട്ടിയിട്ടുള്ള സ്കോർസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയണേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക, കാര്യം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അതാത് സ്കോർസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വരിക. അപ്പോൾ ഇതിനകത്ത് ഈവൻ നിങ്ങളുടെ സ്കോർസ് 250 താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ സിയുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 250 മുകളിലോ അല്ലെങ്കിൽ 250 താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കൺട്രിയിലേക്ക് പോകാനായിട്ട് എലിജിബിൾ ആണ്, അത് വേറെ ഏതെങ്കിലും നിങ്ങളുടെ സ്കോർസായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം, ഇവിടെ കാൻഡിഡേറ്റിൻ്റെ സ്കോർ കാർഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് ലിസ്ണിങ്ങിന് 360, ലിസ്ണിങ്ങിന് B സ്കോർ കിട്ടിയിട്ടുണ്ട്, ആൻഡ് റീഡിങ്ങിന് കിട്ടിയിരിക്കുന്ന 310 ആണ്, സ്പീക്കിങ്ങിന് 370 കിട്ടിയിട്ടുണ്ട്, ആൻഡ് റൈറ്റിങ്ങിന് കിട്ടിയിരിക്കുന്ന 240 ആണ്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 6 ജൂലൈ 2024, അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാം, ഈ 2 ദിവസം മുന്നേ റിസൾട്ട് വന്ന എക്സാമാണ്. അപ്പോൾ ഇതിനകത്ത് കാൻഡിഡേറ്റിന് എല്ലാ 2 മോഡ്യൂളിനും, അതായത് ലിസ്ണിങ്ങിനും സ്പീക്കിങ്ങിനും B കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് റീഡിങ്ങിന് 310 ആയിട്ടുണ്ട്, C+ പോയിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചുകൂടെ, റൈറ്റിങ്ങിന് 240 പോയത് കൊണ്ട് തന്നെ റൈറ്റിങ്ങിൻ്റെ എലിജിബിൾ ക്രൈറ്റീരിയ അല്ലെങ്കിൽ UK ക്ലബിംഗ് സ്കോർ വരുന്നതെന്ന് പറയുന്നത് റൈറ്റിംഗ് എപ്പോഴും C ആയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് 250 ഓർ എബോയിലായിരിക്കണം. ഓക്കെ, 250 ഓർ എബോവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ റൈറ്റിംഗ് നിങ്ങൾ നെക്സ്റ്റ് ഒരു എക്സാം എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു സ്കോറോ നിങ്ങൾക്ക് ക്ലബിങ്ങിന് എലിജിബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് UK ക്ലബിംഗ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾസിന്, അതായത് ഏത് മൊഡ്യൂൾസിനാണെങ്കിൽ നിങ്ങൾക്ക് BO C+ഓ റൈറ്റിങ്ങിന് മാത്രം C+ഓ സിയിലോട്ടോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഉള്ളൊരു ക്ലോസ് എന്ന് പറയുന്നതും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ആ C എന്നവർ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് NMCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, C എന്ന് പറയുന്നത് 250 എബോ ആയിരിക്കണം സ്കോർ എന്ന് പറയുന്നത്. കാര്യം 250 താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് C തന്നെയാണ്. പക്ഷേ NMC അത് UK നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ആ C എന്ന് പറയുന്നത് 250 എബോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാൻഡിഡേറ്റിന് എന്തായാലും ഇത് ഒരു ക്ലബിംഗ് സ്കോറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നെക്സ്റ്റ് ഒരു എക്സാം എഴുതേണ്ടി വരും എന്തായാലും. ആൻഡ് ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് 4 മൊഡ്യൂൾസിനും കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ഇത് 250 താഴേക്ക് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ എന്താണ്, ഇനെലിജിബിൾ ആയി പോയിട്ടുണ്ട് ഈ ഒരു സ്കോർ. പിന്നെ ചില ചാൻസസിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 72 hours തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട്, അത് റൈറ്റിങ്ങിൻ്റെയോ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ മെയിനായിട്ട് പറയാം. അപ്പോൾ തന്നെ നിങ്ങളൊരു റീമാർക്കിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ഇൻസൈറ്റിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അതേസമയം അത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഈവൻ റീഡിങ്ങിൻ്റെ ലിസ്ണിങ്ങിൻ്റെ കേസസിലാണെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഒരു 310 നിങ്ങൾ ബോർഡറിലൊക്കെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് C+ ഉണ്ട്, ചിലപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് 290 താഴേക്കും പോയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. കൂടിയിട്ടുള്ളവരുണ്ട് കേട്ടോ. പക്ഷേ റീഡിങ് ലിസ്ണിങ്ങിൻ്റെ ചാൻസസ് കൂടാൻ വളരെ ചാൻസ് കുറവാണ്. ഒരു എത്രയെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ 340 നിൽക്കുകയാണെങ്കിൽ 350 പോകാൻ. പക്ഷേ സ്പീക്കിങ്ങും റൈറ്റിങ്ങിൻ്റെ കേസിൽ അങ്ങനെയല്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ജാൻസിയുടെ ക്വയറി എന്ന് പറയുന്നത്, പുള്ളിക്കാരിക്ക് റിസൾട്ട് വന്ന സമയത്ത് സ്പീക്കിങ്ങിന് 390 ആൻഡ് റൈറ്റിങ്ങിന് 360, ലിസ്ണിങ്ങിന് 370, റീഡിങ്ങിന് 320. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ സ്പീക്കിങ്ങിന് B കിട്ടിയിട്ടുണ്ട്, റൈറ്റിങ്ങിന് B കിട്ടിയിട്ടുണ്ട്, ലിസ്ണിങ്ങിന് B ഉണ്ട്, റീഡിങ്ങിന് മാത്രമാണ് C+ ആയിട്ടുള്ള. എന്ന് വെച്ചാൽ എന്തായാലും അത് നമ്മുടെ അയർലൻഡ് സ്കോർ ആയി ഉറപ്പായിട്ടും. ഓക്കെ, പക്ഷേ നവംബറിൽ റീഡിങ്ങിന് 350 കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. നവംബർ എന്ന് പറയുമ്പോൾ നമ്മൾ 2023. അപ്പോൾ ക്ലബിംഗ് എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾ ഈ 2024 നവംബറിന് മുന്നേ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഷുവറായിട്ടും ഈ ഒരു സ്കോർ ക്ലബിങ്ങിന് എലിജിബിൾ ആണ്. ആൻഡ് ഈ ഒരു കാൻഡിഡേറ്റ് എന്താണ്, ഉറപ്പായിട്ടും UK സ്കോർ എലിജിബിൾ ആയിട്ടുണ്ട്. ബിക്കോസ് ക്ലബിംഗ് ക്രൈറ്റീരിയ NMCയുടെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ എക്സാമിന്, അതായത് ഇപ്പോൾ വന്ന എക്സാമിന് റീഡിങ്ങിന് 320, അതായത് C+ തന്നെ നിന്നിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ മൊഡ്യൂൾസിനും B കിട്ടിയിട്ടുമുണ്ട്. ആൻഡ് കഴിഞ്ഞ നവംബർ 2023 എഴുതിയിട്ടുള്ള റീഡിങ്ങിൻ്റെ എക്സാമിന്
315 കിട്ടിയിട്ടുണ്ട്. ജാൻസി കൺഗ്രാജുലേഷൻ. ജാൻസിക്ക് ഇതൊരു ക്ലബിംഗ് എലിജിബിൾ സ്കോർ തന്നെയാണ്. ജാൻസിക്ക് സുഖമായിട്ട് UK പ്രോസസ്സിങ്ങിൻ്റെയോ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം എന്തായാലും. കാര്യം ഇതൊരു ക്ലബിംഗ് സ്കോറാണ്. ആൻഡ് അതുപോലെ തന്നെ ഇത് അയർലാൻഡിൻ്റെ സ്കോർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിൽ ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡിലേ റിക്രൂട്ട്മെൻറ്റോ പ്രോസസ്സിങ്ങിനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അയർലാൻഡിൻ്റെ വാക്കൻസീസൊക്കെ ഓപ്പൺ ആണെങ്കിൽ ഏകദേശം 4000-ഓളം വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളും, നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ബിക്കോസ് അയർലൻഡിലേക്ക് പറയുന്നത് ഏതെങ്കിലും 3 മൊഡ്യൂളിന് B സ്കോറും ഏതെങ്കിലും ഒരെണ്ണത്തിന് ഏതെങ്കിലും ഒന്നിന് C+ ആണെന്നുണ്ടെങ്കിൽ അയർലൻഡ് എലിജിബിൾ ആണ്. സോ അടുത്ത ഡൗട്ട് വന്നിട്ടുള്ളതാണ് OET ക്ലബിംഗ് റിസൾട്ട് തന്നെയാണ്. അക്കോർഡിംഗ് ടു NMC rule, it requires 2 tests within 12 months. I got confused for the following condition. Can I do clubbing if first sitting OET exam date is 22 July 2023 ആൻഡ് സെക്കൻഡ് എക്സാം ഡേറ്റ് 6 July 2024? ഉറപ്പായിട്ടും ഇത് ക്ലബ് ചെയ്യാം. ഇത് ക്ലബിങ്ങിന് എലിജിബിൾ തന്നെയാണ്. ഈ 2 സ്കോറും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ. കാര്യം നിങ്ങളുടെ എക്സാം ഡേറ്റ് മാത്രമാണ് നോക്കുന്നത്, അല്ല റിസൾട്ടിൻ്റെ ഡേറ്റ് അല്ല നോക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റുക. എക്സാം ഡേറ്റ് ആണ് നോക്കുന്നത്, റിസൾട്ട് വന്നിട്ടുള്ള ഡേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാക്ട്ലി കാൻഡിഡേറ്റ് 22 July 2023 എക്സാം എഴുതിയിരിക്കുന്നത് എങ്കിൽ അവരുടെ എലിജിബിൾ ക്ലബിങ്ങിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്കോർ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് 21 July 2024 മുന്നേ ആയിരിക്കണം അടുത്ത എക്സാം. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ആൾ ഓൾറെഡി 6 July 2024 എക്സാം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്ലബിങ്ങിന് എലിജിബിൾ തന്നെയാണ്. ഇതിൽ സ്കോർ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ക്രൈറ്റീരിയ അനുസരിച്ചുള്ള സ്കോർ, നിങ്ങൾ റിക്വയർഡ് സ്കോർ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കോർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ എക്സാം റിസൾട്ട്സ് വന്ന ഡേറ്റ് അല്ല നോക്കുന്നത്, നിങ്ങളുടെ ടെസ്റ്റ് ഡേറ്റ് എന്നാണ്, എക്സാം ഡേറ്റ് എന്നാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ OET റിസൾട്ട് വന്നു. സ്പീക്കിംഗ് 410 ഉണ്ട്, റൈറ്റിങ്ങിന് 370 ഉണ്ട്, റീഡിങ്ങിന് 300 ഉണ്ട്, ലിസ്ണിങ്ങിന് 320. അപ്പോൾ സ്കോറാണ്. റൈറ്റിങ്ങിന് 370, വെരി ഗുഡ്, B കിട്ടിയിട്ടുണ്ട്. റീഡിങ്ങിന് C+ ആയിപ്പോയി, ജസ്റ്റ് ബോർഡറിലാണ്, 300 ആണ്. ലിസ്ണിങ്ങിന് 320, അതും C+ തന്നെയാണ്. ഫുൾ കൺഫ്യൂസായി നിൽക്കുവാണ്. ക്ലബിംഗ് ഓപ്ഷൻ ഉണ്ടോ? ക്ലബിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലബിംഗ് സ്കോർ തന്നെയാണ്. ബിക്കോസ് ഇതിനകത്ത് സ്പീക്കിങ്ങിന് Bയും റൈറ്റിങ്ങിന് Bയും കിട്ടിയിട്ടുണ്ട്. ആൻഡ് റീഡിങ്ങിന് 300 C+ തന്നെയാണ്. ലിസ്ണിങ്ങിന് 320 തന്നെയാണ്, C+ തന്നെയാണ്. സോ നെക്സ്റ്റ് എക്സാം നിങ്ങൾ UK ആണ് നോക്കുന്നതെങ്കിൽ, UK ഇത് ക്ലബിംഗ് എലിജിബിൾ ആണ്. നെക്സ്റ്റ് എക്സാം നിങ്ങൾ UK നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അടുത്ത എക്സാം എഴുതുമ്പോൾ സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും മിനിമം നിങ്ങൾക്ക് C+ അല്ലെങ്കിൽ റൈറ്റിങ്ങിന് C ആയി പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേസമയം റീഡിങ്ങിനും ലിസ്ണിങ്ങിനും ഉറപ്പായിട്ട് നിങ്ങൾ B സ്കോർ മേടിച്ചിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് UK എലിജിബിൾ ആയിട്ടുള്ള ക്ലബിംഗ് സ്കോറിന് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ NMCയുടെ അനുസരിച്ച്. ഇനി നിങ്ങൾ അയർലാൻഡിലേക്ക് പോകാനാണ് നോക്കുന്നതെങ്കിൽ അവിടെ ക്ലബിംഗ് അക്സെപ്റ്റഡ് അല്ല. നിങ്ങൾ നെക്സ്റ്റ് എക്സാം എഴുതുമ്പോൾ 4 മൊഡ്യൂൾ നിങ്ങൾ എഴുതണം ഉറപ്പായിട്ടും. UK ആണെങ്കിലും നിങ്ങൾ 4 മൊഡ്യൂൾ എഴുതണം. ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിഫറൻറ്റ് സബ് ടെസ്റ്റായിട്ട് മാത്രമായിട്ട് എഴുതാനായിട്ട് സാധിക്കില്ല, UK ആണെങ്കിലും അയർലാൻഡ് ആണെങ്കിലും. അപ്പോൾ അയർലാൻഡ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് 4 മൊഡ്യൂൾ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നിൽ C+ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും. ബാക്കി 3 മൊഡ്യൂളിന് B ആണെങ്കിലാണ് അയർലാൻഡ് എലിജിബിൾ ആവുക. ഇനി ന്യൂസിലാൻഡിലേക്കാണ് നിങ്ങൾ പ്രോസസ്സിംഗ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾസ് മാത്രം സെപ്പറേറ്റ് ഓരോ മൊഡ്യൂൾസ് മാത്രമായിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവണ റീഡിങ് മാത്രം എഴുതാം. റീഡിങ് മാത്രം എഴുതിയിട്ട് അത് ബിയിലോട്ട് കൊണ്ടെത്തിക്കാൻ നോക്കുക. ലിസ്ണിംഗ് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. രണ്ടും കൂടെ ബിയിലോട്ട് മാറ്റി എഴുതിയാൽ മതി. പക്ഷേ വിത്തിൻ 1 ഇയറിനുള്ളിലായിരിക്കണം. UK ആണെങ്കിൽ നിങ്ങൾ വിത്തിൻ 1 ഇയറിനുള്ളിലായിരിക്കണം എഴുതേണ്ടത്. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫർദർ പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ എന്തായാലും. എനിവേ ഇതിലൊരു കൺഫ്യൂഷനും വേണ്ട, ഇത് ക്ലബിംഗ് എലിജിബിൾ സ്കോർ തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് ദേവിപ്രിയയുടെ. Sir, I'm a member of your reading and listening groups. I have doubt regarding my recent OET score. I got B grade for listening, reading and speaking modules and only C grade 200 for writing. Whether it can be considered for clubbing. Could you please help me, sir? In some YouTube videos I have seen the minimum writing score for clubbing is 250. അത് ഉറപ്പായിട്ടും ഇതിനകത്ത് ഞാൻ നേരത്തെ ഫസ്റ്റത്തെ നമ്മുടെ ക്വയറി ഇതുപോലത്തെ സെയിം തന്നെയായിരുന്നു. അവിടെ 240 ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വേണമെങ്കിൽ റീമാർക്കിങ്ങിന് കൊടുക്കാം എന്നുള്ള ഓപ്ഷൻ. അത് 240 ആയതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. കാര്യം കയറാനുള്ള ചാൻസ് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഉണ്ട്. പക്ഷേ ഇവിടെ 200 ആണ് സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം തന്നെ B ഗ്രേഡ് കിട്ടി. പക്ഷേ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എനിക്കും ദേവിപ്രിയയ്ക്ക് ഞാൻ ഓൾറെഡി ഇത് മെസ്സേജ് കാര്യങ്ങളെല്ലാം പറഞ്ഞതുമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഒരു എക്സാം വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ ഇതിന് ക്ലാരിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദേവിപ്രിയ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ മിനിമം സ്കോർ 250 തന്നെയാണ്. ഓക്കെ, അതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല. അതിൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ക്ലബിങ്ങിന് അക്സെപ്റ്റഡ് അല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കോർ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാം എഴുതി ഇത് വെച്ച് ക്ലബ് ചെയ്യാനായിട്ട് പറ്റില്ല, പോസിബിൾ അല്ല. നെക്സ്റ്റ് ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ 4 മൊഡ്യൂൾ UK ആണ് നമ്മൾ ക്ലബ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എങ്കിൽ നമ്മൾ 4 മൊഡ്യൂൾ വീണ്ടും എഴുതേണ്ടി വരും. ആൻഡ് റൈറ്റിങ്ങിന് മേക്ക് ഷുവർ ചെയ്യണം ഉറപ്പായിട്ടും അത് ക്ലബിങ്ങിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ 250 എബോ ആയിരിക്കണം സ്കോർ വരേണ്ടത്. അതല്ല അതൊരു റിക്വയർഡ് സ്കോറായിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് C+ ഉറപ്പായിട്ട് കിട്ടിയിരിക്കണം.
C+ഉം ബാക്കിയുള്ള 3 മൊഡ്യൂൾസിനും B കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സ്കോർ പോലെ ഈ ഒരു സ്കോർ കിട്ടി, ഈ ഒരു 3 മൊഡ്യൂളിനും ബിയും കിട്ടി, ആൻഡ് റൈറ്റിങ്ങിന് നമുക്കൊരു C+ഉം ആണ് കിട്ടിയിട്ടുള്ളെങ്കിൽ 300 അല്ലെങ്കിൽ എബോ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ഉറപ്പായിട്ട് ഒരു UK എലിജിബിൾ ക്ലബിംഗ് റിക്വയർഡ് സ്കോർ തന്നെയാണ്. അത് വെച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നെക്സ്റ്റ് എക്സാമിന് എഴുതുന്ന സമയത്ത് എന്താ, നിങ്ങൾക്ക് ഇൻ കേസ് റൈറ്റിങ്ങിൻ്റെ സ്കോർ സിയിലോട്ട് എങ്ങാനും ആയിപ്പോയി എന്ന് വെച്ചോ, അത് സിയിലോട്ട് ആയിപ്പോയെന്ന് പറയുന്നത് 250യുടെ എബോ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു എക്സാം എഴുതുന്ന സമയത്ത് അതിൻ്റെ എലിജിബിൾ ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾ C+ മേടിച്ചിരിക്കണം ഉറപ്പായിട്ടും. ജസ്റ്റ് പോസിബിലിറ്റീസ് പറഞ്ഞതാണ്. പക്ഷേ ഉറപ്പായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഷുവറായിട്ട് നെക്സ്റ്റ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് 4 മൊഡ്യൂളിൽ 3 ബിയും മേടിച്ച് റൈറ്റിങ്ങിന് ഏതോ C+ഓ ബിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കരസ്ഥമാക്കാൻ പറ്റും. നന്നായിട്ട് എവിടെയാണ് ഫോൾട്ട് വന്നതെന്നുള്ള കാര്യം നോക്കുക, അതനുസരിച്ച് അതിനകത്ത് വർക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്, ഇതിനകത്ത് കോൺഫിഡൻ്റ് ആണ്, സ്കോർ കിട്ടാൻ ചാൻസസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അത്രയും കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ കൊടുക്കുക. ബിക്കോസ് 200ൽ നിന്ന് ചിലപ്പോൾ മുകളിൽ പോയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ റയറസ്റ്റ് ഓഫ് ദ കേസസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും റീമാർക്കിങ്ങിന് കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അതൊരു 240 ഒക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 230 ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞാൽ റീമാർക്കിങ്ങിന്. പക്ഷേ 72 hours, അപ്പോൾ ടൈം കാര്യങ്ങളെല്ലാം നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ എന്തായാലും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് എക്സാം ഡേറ്റിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് എക്സാം ഡേറ്റ് ആണോ സെക്കൻഡ് ഡേറ്റ് ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്. അത് ഫസ്റ്റ് എക്സാം ഡേറ്റ് തന്നെയാണ്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സാം ഡേറ്റ് 11/11/2023 നവംബറിലായിരുന്നു, കഴിഞ്ഞ ഇയറിൽ. അതിൽ റൈറ്റിംഗ് C+ കിട്ടിയിട്ടുണ്ട്, സ്പീക്കിംഗ് C+ കിട്ടിയിട്ടുണ്ട്, റീഡിംഗ് ആൻഡ് ലിസ്ണിങ്ങിന് B കിട്ടിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് എക്സാം ഡേറ്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 24th February 2024 സോ അതിൽ റൈറ്റിങ്ങിന് B കിട്ടി, സ്പീക്കിങ്ങിന് B കിട്ടി, ആൻഡ് റീഡിങ്ങിന് B ആണ്, ലിസ്ണിങ്ങിന് C+. അപ്പോൾ മീര പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സ്കോഴ്സ്, ക്ലബിംഗ് പോസിബിൾ അല്ലേ, വാലിഡിറ്റി ഫസ്റ്റ് എക്സാം ഡേറ്റ് അല്ലേ? ഉറപ്പായിട്ടും വാലിഡിറ്റി ഫസ്റ്റ് എക്സാം ഡേറ്റ് തന്നെയാണ് മീര നോക്കുന്നുണ്ട്. എനിക്കൊന്ന് മീരയ്ക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള വെച്ചാൽ ഫസ്റ്റ് എക്സാം ഡേറ്റ് നവംബർ 2023 ആയതുകൊണ്ട് തന്നെ ക്ലബിങ്ങിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2024 നവംബർ വരെയും വാലിഡ് ആണ്. അതിനുള്ളിലുള്ള എക്സാം ഡേറ്റ് ആയിരിക്കണം. അതായത് 10 നവംബർ 2024 നെക്സ്റ്റ് എക്സാം എഴുതേണ്ടിയിരുന്നത്. അത് ഓൾറെഡി ഫെബ്രുവരി 2024 എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ക്ലബിങ്ങിന് എലിജിബിൾ ആണ് സ്കോർ എന്ന് പറയുന്നത്. NMCയുടെ റിക്വയർഡ് സ്കോർ ആയിട്ടുള്ളത് തന്നെയാണ് മീരയ്ക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ അതിനകത്ത് വേറെ ഒരു ഡൗട്ടും ഇല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യാം. ആൻഡ് കൺഗ്രാജുലേഷൻസ്, കാര്യങ്ങളെല്ലാം ബാക്കി NMCയുടെ ഫർദർ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നടത്തുക, ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ നോക്കുക എന്തായാലും. ഓക്കെ, ഇത് എലിജിബിൾ സ്കോർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി വരുമ്പോൾ, ഇത് 2025 നവംബർ 2025 വരെ ആയിരിക്കും ഇതിൻ്റെ 2 year വാലിഡിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ക്ലബിംഗ് സ്കോറിൻ്റെ വാലിഡിറ്റി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം എന്തായാലും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദീപിക ഡയാലിനെയാണ്. ബ്രോ, എനിക്ക് ഫസ്റ്റ് ടൈം ലിസ്ണിംഗ് ആൻഡ് റൈറ്റിംഗ് B ആയിരുന്നു, ആൻഡ് സ്പീക്കിംഗ് C+ഉം റീഡിംഗ് C ആയിരുന്നു. ഓക്കെ ഫൈൻ. റീസെൻ്റ്ലി സെക്കൻഡ് അറ്റംപ്റ്റിൽ റൈറ്റിംഗ് മാത്രം C ആയി, ബാക്കിയെല്ലാം B. എനിക്ക് ഏതെങ്കിലും കൺട്രി പറ്റുമോ? അപ്പോൾ ദീപിക ഇതിനകത്ത് വരികയാണെങ്കിൽ എന്തായാലും UK എലിജിബിൾ അല്ല, ഇത് ക്ലബിംഗ് സ്കോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനേ പറ്റത്തില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ റൈറ്റിംഗ് മാത്രം C ആയിട്ടുണ്ടെങ്കിൽ C എന്താണ്, C 250 എബോ ആണോ? 250 to 290 C ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കോർ, രണ്ടാമത് ചെയ്തിട്ടുള്ള സ്കോർ ക്ലബിങ്ങിന് എലിജിബിൾ ആണ്, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് റൈറ്റിങ്ങിന് C+ഓ Bയോ മേടിക്കുക. ബാക്കിയെല്ലാം C+ലാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ C+ലോ Bയോ ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക, താഴേക്ക് പോകരുത്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നെക്സ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത്, അയർലൻഡൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നെക്സ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ട് 4 മൊഡ്യൂൾസ് എടുത്ത് എഴുതിയേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്നിന് C+ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയർലൻഡിലേക്കുള്ള മൈഗ്രേഷൻസ് നോക്കാം. ഇനി ന്യൂസിലൻഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് പോയിട്ടുള്ള സബ് ടെസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. അതെടുത്ത് എഴുതുന്ന സമയത്ത് ഓരോ മൊഡ്യൂളായിട്ട് നിങ്ങൾ B ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇൻഡിവിജ്വൽ മൊഡ്യൂളും അവിടെയും 1 yearൻ്റെ ക്ലബിംഗ് വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. പക്ഷേ UK ആണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് നോക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പോൾ ഇവിടെ ഒന്നിന് മാത്രം C ആയെന്നല്ലേ പറഞ്ഞിട്ടില്ല, റൈറ്റിങ്ങിന് മാത്രം. പക്ഷേ അത് ഈ 250 എബോ ആണെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എക്സാം എഴുതുമ്പോൾ റൈറ്റിങ്ങിന് C+ഓ അല്ലെങ്കിൽ Bയോ, ആൻഡ് ബാക്കിയുള്ള മൊഡ്യൂൾസ് എല്ലാം തന്നെ Bയോ C+ഓ എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ UK റിക്വയർഡ് സ്കോറായിട്ട്, പിന്നെ ഞാൻ പറഞ്ഞ അയർലൻഡിലാണെങ്കിൽ അങ്ങനെ, ന്യൂസിലാൻഡ് അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു കമൻറ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്പീക്കിംഗ് B ഉണ്ട്, ആൻഡ് ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് C+ ആണ്, UK ഓർ ന്യൂസിലാൻഡ് ക്ലബിംഗ് പറ്റുമോ? റൈറ്റിംഗ് സ്പീക്കിംഗ് Bയും ആൻഡ് റീഡിംഗ് ലിസ്ണിംഗ് C+ ആണെന്നുണ്ടെങ്കിൽ UK ക്ലബിംഗ് പോസിബിൾ ആണ്. ന്യൂസിലാൻഡിലേക്കാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് ലിസ്ണിംഗും റീഡിങ്ങും മാത്രം എഴുതി അത് B ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, റൈറ്റിംഗ് സ്പീക്കിംഗ് എഴുതേണ്ട ആവശ്യമില്ല.
വിത്തിൻ 1 ഇയർ ഗ്യാപ്പിനുള്ളിൽ എഴുതിയെടുത്താൽ മാത്രം മതി. ന്യൂസിലൻഡ് ക്ലബ്ബിംഗ് പോസിബിൾ ആണ്. ഇൻഡിവിജ്വൽ മൊഡ്യൂളായിട്ട് എഴുതാനും പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 മൊഡ്യൂളായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ UK കേസിൽ അങ്ങനെയല്ല, 4 മൊഡ്യൂൾ എഴുതേണ്ടി വരും. 4 മൊഡ്യൂൾ എഴുതുമ്പോൾ ഇപ്പം റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും B കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ അടുത്ത എക്സാമിന് അത് C+ ആയി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതിലേക്ക് താഴേക്ക് പോകരുത്. ആൻഡ് ലിസ്ണിങ്ങും റീഡിങ്ങും ഉറപ്പായിട്ടും B കിട്ടിയിരിക്കണം, എങ്കിലേ UK റിക്വയർഡ് ആയിട്ടുള്ള എലിജിബിൾ സ്കോർ ആയിട്ട് അത് മാറുകയുള്ളൂ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് കമൻറ്റ് വന്നിട്ടുള്ളത് സ്പീക്കിങ്ങിന് 350 കിട്ടിയിട്ടുണ്ട്, റൈറ്റിങ്ങിന് 300 കിട്ടിയിട്ടുണ്ട്, ലിസ്ണിങ്ങിന് 260 ആൻഡ് റീഡിങ് 270. ഇത് ക്ലബ്ബ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് ക്ലബ്ബിങ് പോസിബിളേ അല്ല. ഇതിനകത്ത് ബിക്കോസ് ഓൾറെഡി ഇതിനകത്ത് ഇപ്പോൾ UK ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓൾറെഡി സ്പീക്കിങ്ങിന് B കിട്ടിയിട്ടുണ്ട്, പക്ഷേ റൈറ്റിങ്ങിന് C+ഉം അത് കുഴപ്പമില്ല. ലിസ്ണിംഗ് റീഡിങ് ഓൾറെഡി C ആയി പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ക്ലബ്ബിങ് എലിജിബിളായിട്ട് UK യൂസ് ചെയ്യാൻ പറ്റില്ല. അയർലാൻഡ് ആണെങ്കിലും പോസിബിൾ അല്ല. ന്യൂസിലൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് എടുത്തിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എഴുതാൻ സാധിക്കും. ബാക്കി 2 എണ്ണത്തിന് B ആക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയർ ആയിരിക്കണം. പക്ഷേ UK ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 4 മൊഡ്യൂൾ നിങ്ങൾ എഴുതിയിരിക്കണം. 4 മൊഡ്യൂൾ വീണ്ടും എഴുതുമ്പോൾ UK റിക്വയർഡ് ആയിട്ടുള്ള എലിജിബിൾ സ്കോർ തന്നെ നിങ്ങൾ മേടിച്ചിരിക്കണം, ബിക്കോസ് ഇത് ക്ലബ്ബിംഗ് സ്കോർ അല്ല. ഓക്കെ. അപ്പോൾ 4 മൊഡ്യൂളും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നും കൂടെ പഠിക്കുക. റീഡിങ് ലിസ്ണിങ്ങിന് തറവായിട്ട് നല്ലൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വരുത്തുക. നമ്മുടെ MNCയുടെ ഒരുപാട് റീഡിങ് ലിസ്ണിംഗ് മാത്രമായിട്ടുള്ള ക്ലാസ്സസ് മാത്രം 1-to-1 ക്ലാസ്സസും ഗ്രൂപ്പ് ക്ലാസ്സസും അല്ലെങ്കിൽ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും ഒക്കെ ഉള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. അത് മാത്രമായിട്ട് എത്രയോ കുട്ടികളാണ് ഡെയിലി നമ്മുടെ അടുത്ത് റീഡിംഗ് ലിസ്ണിംഗ് ക്ലാസ്സസിന് മാത്രമായിട്ട് അഡ്മിഷൻസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതാണ് നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എങ്കിൽ നമ്മുടെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റീഡിംഗ് ലിസ്ണിങ്ങിൻ്റെ ക്ലാസ്സുകൾ 1-to-1 സെഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എടുക്കാം. ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സാം ആടിക്കയറി നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇൻഡിവിജ്വലൈസ്ഡുള്ള പ്രിഫറൻസിൽ നിങ്ങളുടെ ടൈമിങ്ങിന് കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മുടെ OETയുടെ സെഷൻസ് എല്ലാം തന്നെ അറിയുന്നത്. ഒരുപാട് കുട്ടികൾ അതുകൊണ്ടാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. മാക്സിമം ഒരു 25-30 അഡ്മിഷൻസ് മാത്രമേ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാറുള്ളൂ. അതനുസരിച്ച് അഡ്മിഷൻ ലിമിറ്റ് ചെയ്താണ് നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് ചാൻസസും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ ടോപ്പിക്സ് മാത്രമായിട്ട് നിങ്ങൾ ക്ലാസ്സസ് എടുക്കുക. അല്ലാതെ ചാടിക്കയറി എല്ലാ മൊഡ്യൂൾസും എടുത്ത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 4 മൊഡ്യൂൾസിന് നിങ്ങൾക്ക് സെഷൻസ് വേണം. അതേസമയം നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ വീക്ക് ഉള്ളത് അത് മാത്രം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പരീക്ഷയുടെ ഒക്കെ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട് മാത്രം റൈറ്റിങ്ങിൻ്റെ സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സസ് എടുക്കുക. അത് മാത്രം ധാരാളമാണ്. ഞങ്ങൾ എത്രയോ കുട്ടികൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങൾ അവരുടെ അടുത്ത് പ്രീവിയസ് സ്കോർ ചോദിക്കും. നിങ്ങളുടെ വീക്ക് പാർട്ട് ഏതിനാണ് നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, അത് നോക്കിയിട്ട് അതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് ഒരു 10 hours 15 hours ഇൻഡിവിജ്വൽ സെഷൻസ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് റൈറ്റിംഗ് സ്പീക്കിംഗ് ഒക്കെ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് മോക്ക് എക്സാംസ് പോലെയോ ജസ്റ്റ് ഒരു 5-10 റൈറ്റിംഗ് സെഷൻസും 10 സ്പീക്കിംഗ് സെഷൻസും ആയിട്ട് അവർക്കൊന്ന് ബ്രഷപ്പ് ചെയ്താൽ മാത്രം കാര്യം. അവർക്ക് 400-350 എബോവ് എപ്പോഴും കിട്ടിയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾ 2-3 തവണയൊക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത്ര ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോഴ്സസും വീണ്ടും വലിയ പാക്കേജ് ഒന്നും എടുക്കാതിരിക്കുക. ഓക്കെ. ചെറിയ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജസ് എടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അത് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള പോർഷൻ നിങ്ങൾ പഠിച്ച് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സ്കോർ കിട്ടാനായിട്ട് നോക്കുക. ആൻഡ് സ്കോർ കിട്ടുന്നതെന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് മിനിമം ഒരു 5 മെറ്റീരിയൽസ് അതിൽ കൂടുതലോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 32 എബോവ് നിങ്ങൾക്ക് റീഡിംഗ് ലിസ്റ്റിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത എക്സാമിലോട്ട് ചാടി കയറുക. അല്ലാതെ എടുപിടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടിക്കയറി എക്സാം എഴുതി ഇത്രയും കാശും കളഞ്ഞിട്ട് ഒരു ഉപയോഗമില്ലാതാവും. നിങ്ങളുടെ സമയം വേസ്റ്റാണ്, നിങ്ങളുടെ കാശും വേസ്റ്റാണ്. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ആണെങ്കിൽ നമ്മുടെ MNCയുടെ OETയുടെ റീഡിങ്ങിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. എന്നും ഞങ്ങൾ അതിനകത്ത് ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ആയിട്ടുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാരിയേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഗ്രൂപ്പ് ഉള്ളത്. നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പഠിക്കാം, പ്രിപ്പയർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് ആവശ്യമാണ്. നിങ്ങൾക്ക് റീഡിംഗ് ലിസ്റ്റിന് ഈ ഒരു ഗ്രൂപ്പ് സെഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു 1-to-1 ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ OET കോഴ്സസിനെയോ അല്ലെങ്കിൽ CBT കോഴ്സസിനെ പറ്റിയിട്ടോ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആവട്ടെ OSCE ആവട്ടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് www.mallunursingcouple.com അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള OETയുടെയും CBTയുടെയും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഒക്കെ കുട്ടികളുടെ ഫീഡ്ബാക്സും ടെസ്റ്റിമോണിയൽസും ഒക്കെ അതിനകത്തുണ്ട്. അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതെല്ലാം നിങ്ങൾക്ക് കാണാം. അവരുടെ ഒരു ഇൻസ്പിറേഷൻ, അവരുടെ ജേർണി എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കാം. നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കോൺടാക്ട് അസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ക്വയറി ആണ്, നിങ്ങൾക്ക് OETയുടെ അഡ്മിഷനെ പറ്റിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ NMC CBTയുടെ എക്സാംസിൻ്റെ ക്ലാസ്സസിന് വേണ്ടിയിട്ടാണോ നോക്കണേ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണോ, അതെന്താണെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റിനകത്ത് നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കുക. OET ആണെങ്കിൽ OET, അല്ലെങ്കിൽ CBT ആണെങ്കിൽ അങ്ങനെ, OSCE ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ. അവിടെ
സെലക്ട് ചെയ്താൽ മാത്രം മതി. റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു കോളം ഉണ്ട്, അവിടെ നിങ്ങളുടെ ക്വയറി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ റീഡിംഗ് ലിസ്ണിങ്ങിൻ്റെ ക്ലാസ്സസ് മാത്രം മതിയെങ്കിൽ അത് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അവിടെ റീഡിംഗ് ആൻഡ് ലിസ്ണിംഗ് OET 1-to-1 ക്ലാസ്സസ് എന്ന് ടൈപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് 9500 ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് വിത്തിൻ ഒരു 6 months എക്സാം എഴുതി നിങ്ങൾക്ക് ഏതെങ്കിലും 2 മൊഡ്യൂളിൽ നിങ്ങൾക്ക് B സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പ്രീമിയം പാക്കേജസ് എല്ലാം ഈ ഒരു ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ലൊരു സ്കോർ എടുത്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ. ഓക്കെ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ റിക്വയർമെൻറ്റിൽ നിങ്ങൾ ബിഗിനറാണ്, ബിഗിനേഴ്സിൻ്റെ പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം റിക്വയർമെൻറ്റിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. CBT ആണെങ്കിൽ CBT നമുക്ക് 12 days ക്ലാസ് ഉണ്ട്. അവിടെ നിങ്ങൾ CBT 12 days എന്ന് ടൈപ്പ് ചെയ്യുക, CBT സെലക്ട് ചെയ്തിട്ട് സബ്ജക്റ്റിൽ. ഇനി നിങ്ങൾക്ക് CBT ഓൾറെഡി A പാർട്ട് നിങ്ങൾക്ക് കിട്ടി, B പാർട്ട് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ സബ്ജക്റ്റിൽ CBT സെലക്ട് ചെയ്യുക. റിക്വയർമെൻറ്റിനകത്ത് CBT 10 days ക്ലാസ് നിങ്ങൾ മാത്രം സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ CBTയുടെ റെക്കോർഡ് സെഷൻസ് ഉണ്ട്. OET ആണെങ്കിൽ നമ്മുടെ റെക്കോർഡ് സെഷൻസ് മാത്രം നിങ്ങൾക്ക് കണ്ടു പഠിക്കാം. അതിനകത്ത് നമ്മൾ റെക്കോർഡ് സെഷൻസിൽ റീഡിങ്ങിൻ്റെ ലിസണിൻ്റെയും എല്ലാം ഓരോ ഈച്ച് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലും കാര്യങ്ങളും റേറ്റിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നുമല്ല, നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ആണെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ അഡ്മിൻ ടീമിൻ്റെ എല്ലാവരുടെയും കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കോർഡിനേറ്റേഴ്സിന്. അവരൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും. ഓക്കെ, എന്തെങ്കിലും ഫർദർ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്ലബ്ബിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓരോ മന്തിലും ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ പോലെ ഇതേപോലെ ക്ലബ്ബിങ്ങിൻ്റെ ഓപ്ഷൻസ് വെച്ചൊരു വീഡിയോ ചെയ്യാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാനും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിനകത്ത് ഞാൻ ഒരുപാട് OETയുടെ വീഡിയോസ് ആവട്ടെ, CBTയുടെ വീഡിയോസ് ആവട്ടെ, OSCE പ്രിപ്പറേഷൻ ആവട്ടെ, എല്ലാത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആവട്ടെ, ഇതെല്ലാം തന്നെ NMCയുടെ രജിസ്ട്രേഷൻ, നിങ്ങൾ UK വരാൻ ഉദ്ദേശിക്കുന്നത് എബ്രോഡ് നഴ്സിംഗ് ജോബ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂട്യൂബ് ചാനലിനകത്തുണ്ട്. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക, ഓരോ കാര്യങ്ങളും. അത് നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളാണ് ഞങ്ങളുടെ വീഡിയോസ് കണ്ട് മാത്രം പഠിച്ചു പോയിട്ടുള്ളത്. അവരുടെ എല്ലാവരുടെയും ഫീഡ്ബാക്സും കമൻസും ഒക്കെ ആ വീഡിയോസിന് താഴെ നിങ്ങൾക്ക് കാണാം ഓരോരുത്തരുടെയും. അപ്പോൾ ഉറപ്പായിട്ടും ആ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾ പ്രീവിയസ് പോയി ഒന്ന് കാണുക, റെഫർ ചെയ്യുക, പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, അതെല്ലാം നിങ്ങൾ നോക്കുക. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾ മാക്സിമം OET പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.